ജാതികൾ പത്തുരയും കഞ്ചനെ കൂട്ടിയാലയം വാനരന്മാർജയം ഭംഗികന്നേരം ശിവാനും പാടി കണ്ടിട്ടും അത്രതയും മുക്തരായ കർമ്മം തെളിഞ്ഞു വിളങ്ങിനാൻ ഭക്തപ്രിയവരനെ അത്തമോദമനുഗ്രഹം നൽകിനാൻ കൂപ്പിത്തൊഴുതൽ വാദവും കൈക്കൊണ്ടു മേൽപോട്ടുപോയി മറഞ്ഞിടാൻ സാക്ഷനും മുന്നേറിലും പല വീരവേഗങ്ങൾ കൊണ്ട് ഉന്നതന്മാരാ കവിവരന്മാരെല്ലാം മന്നവൻ തന്നിയോഗേന മരങ്ങളും കൊണ്ടും എടുത്തെറിഞ്ഞിടാൻ വന്ന ശത്രുക്കളെ കൊന്നു മാമാത്മജൻ മന്ദിരം ഇരുന്നവേ വന്നാരവരുമിങ്ങ് നന്നു വന്നത്രയോ എന്നെ പറയാവുന്നറിഞ്ഞിരുന്നു അനന്തരം ദൂതന്മാരറിഞ്ഞു ദശാനനൻ തന്നോട് ചൊല്ലിനാൻ വൃത്താന്തമുക്തവേ വീരവരവേഗ വിക്രമം കൈക്കൊണ്ട് സൂര്യാന്തകാരികളായ കവികുലം അസ്ത്രങ്ങൾ ഓർമ്മലാടമുത്തരമാകത്തിന്റെ നീക്കുന്നു നാണമുണ്ടെങ്കിൽ പുറത്തു പുറപ്പെടുവാണെങ്കിലും ആർക്കും പലവയും കേട്ടതിലേവമാർ എന്നവർക്കൊന്നത് കേട്ടദേശാന്തരം പോകേണ്ടതു ഞാൻ മാനവന്മാരെയും ദേശമുള്ള വാനരന്മാരെയും കൊണ്ടുടുക്കിടുവാൻ പോകതുമാറ്റൻ പറയോടുകൂടെ ജനിച്ചു വൈകരി ഇത്തവനുഗ്രഹം ചെയ്തമായ ഭാഗ്യകോട്ടത്തോട് പുറപ്പെട്ടാൻ മാരുതിയോടെ സ്ഥാനവരും കാരണമായ മാരുതിയെ ഗത കൊണ്ടങ്ങടിച്ചിടിനാൻ ധീരതയോടെ രാഹുലവിന്യെ പാരമ്പലൊരു കോപവിരസനായ മാരുതി കണ്ടാമതൊന്നിടിനാൻ രാക്ഷസോട്ടന്മാർ വിലാപങ്ങളും അതീവ പോസിറ്റീവ് എനർജിയിലുള്ള ഒരു ക്ഷേത്രമാണ്, മഹാദേവൻ്റെ ക്ഷേത്രമാണ്. കണ്ടില്ലേ, കാട് വള്ളികളും ഒരു കുന്നിൻ്റെ മുകളിലാണ് ഇത് വരിക. ഇതിൻ്റെ മുകളിൽ നിന്ന് മുമ്പ് കാലത്ത് ഞാൻ വന്ന സമയത്ത് പുഴയൊക്കെ കാണാൻ പറ്റും. ഇവിടെ നിന്ന് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ പട്ടവും പുഴയില്ലേ, അത് കാണാൻ പറ്റും നമുക്ക്. ഇപ്പം കാണാൻ കഴിയുമെന്ന് എനിക്കറിയില്ല, മുമ്പിട്ട് കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാനുണ്ടാവുമായിരുന്നു. കണ്ടില്ല, നല്ല അടിപൊളി സീനറിയാണ്. കാണുന്നത് കണ്ട, അത് ഏഴുമലയാണ് കേട്ടോ. ഞാനത് വിശദമായിട്ട് കാണിച്ചു തരാം. ക്യാമറയിൽ മഞ്ഞ് അടിച്ചിട്ട് ഫുൾ പുക പിടിച്ച പോലെ ആയിട്ടുണ്ട്. അതൊന്ന് ചൂടാകട്ടെ. താഴോട്ടേക്കല്ലേ? ഇത് അയ്യപ്പസ്വാമിൻ്റെ സന്നിധാനമാണ്.
ഉപക്ഷേത്രം അല്ലേ? ഏതിന്റെ? ഈ ക്ഷേത്രത്തിന്റെ ഉപക്ഷേത്രമായിട്ടാണ് അല്ലേ ഇത് വരിക? ഇത് ശ്രീധർമ്മശാസ്ത്രം. ഇവിടെ ഇത് ഭഗവാൻ പരമശിവൻ. ആദ്യം നമ്മൾ നിങ്ങളോട് പരിചയപ്പെടാം. നമസ്തേ, എന്താ പേര്? എൻ്റെ പേര് ഓം നമശിവായ. എൻ്റെ പേര് ഗംഗാധരൻ CPM. CPM അല്ലേ? CPM പാർട്ടിയല്ലോ. CP അതല്ലേ ചോദിക്കുക. പിന്നെ ഇവിടെ ക്ഷേത്രത്തിലെ കമ്മിറ്റി ഭാരവാഹിയാണ്. കമ്മിറ്റി ഭാരവാഹി അല്ലേ? കുറച്ചും കൂടി മുന്നിട്ടുന്നു. എന്നാൽ നിങ്ങൾ ആടുന്നു നിങ്ങളെ ലൈറ്റ്. ഇവിടെ ഒരു അഖണ്ഡ രാമായണം നടക്കുകയാണ്. അത് നമ്മൾ വളരെ മുമ്പേ തീരുമാനിച്ചതാണ്. അപ്പോൾ ഇന്ന് രണ്ടാം ശനിയാഴ്ചയായിട്ട് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യുകയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ രാവിലെ ഉണ്ടായിരുന്നു. അവരെല്ലാം ഭക്ഷണം കഴിച്ച് അവർ പോയി. ഇപ്പം തീരാനായല്ലോ അങ്ങനെയുള്ളത്. പിന്നെ ഈ ക്ഷേത്രത്തെ കുറിച്ച് പറയാമെന്ന് വെച്ചാൽ അതിപുരാതനമായൊരു ക്ഷേത്രമാണ് ഈ കുഞ്ഞുമതങ്ങ ശിവക്ഷേത്രം. ആദ്യം ജീർണിച്ച് കിടന്നതാണ്. പിന്നെ നാട്ടുകാരുടെ ശ്രമദാനത്തിൽ കൂടിയാണ് ഈ ക്ഷേത്രം പുരോഗമിച്ചത്. ഇത് ഭഗവാനെ കാണണമെങ്കിൽ 108 പടികൾ കയറണം. അത് 108 പടികൾ കയറിയിട്ടാണ് ഈ ഭഗവാനെ നമ്മൾ കാണുക. അതിന് ഉപദേവനാണ് ശ്രീ ധർമ്മശാസ്ത്രം. മലബാർ ദേവസ്വം ഈ ദേവസ്വത്തിന്റെ കീഴിലായിട്ടുള്ളത്. പക്ഷേ ഈ ദേവസ്വത്തിനെ കൊണ്ട് വലിയ ഗുണമൊന്നും നമുക്കില്ല. അവരെ ഒരു കൊല്ലത്തെ ചെറിയൊരു പൈസ തരും. നമ്മളിവിടെ ഉത്സവം നടത്തുന്നത് ഈ ജനുവരി മകരം ജനുവരി 17 മുതൽ 21 വരെയാണ്. ജനുവരി ഇംഗ്ലീഷ് ആന അത് ഇവിടുത്തെ നമ്മള് ദൂരത്ത് വരുന്ന ഒരു നമ്പൂരിയാന്ന് ചെയ്യാം. ഇവിടുത്തെ നമ്പൂരിയും ചെയ്യും. പിന്നെ ഈ ഇവിടെ ഇപ്പൊ പുനരുദ്ധാരണം നടക്കാൻ തുടങ്ങിയിട്ട് ഒരു 6-7 കൊല്ലത്തോളായി. ഇത് ആളുകൾ പറയുന്ന പോലെ ഇത് ഇങ്ങനെ ചുരണ്ടി കൊണ്ട് അത് ഞാൻ കേട്ടിട്ടുള്ള ഒരു അറിവ് എന്താ വെച്ചാല്, കാരണം ഇത് കുന്നിൻ്റെ മുകളിലായതുകൊണ്ട് ഒന്നാൾക്ക് കയറാൻ ഒരു മടി. രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമാണ് വളരെ ബുദ്ധിമുട്ട്. കാരണം വരുന്ന കൂട്ടർ ഒരു നല്ലൊരു സംഖ്യ തന്നിട്ടുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങൾ ഒരാൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ പണ്ടേ കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ മഹാദേവനോട് നിറഞ്ഞ ശക്തിയോടുകൂടി ഇരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള ഒരാൾ ഹിമാലയത്തിൽ നിന്ന് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ? അപ്പോൾ അതും കൂടി ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്നിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ് നമ്മളിങ്ങോട്ട് കൂട്ടി ക്ഷണിച്ച് വന്നിട്ടുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നെ ഇടന്ന് ഇവർ ഉരുട്ടി കൊല്ലം കുറേ ആക്കി കളിവർ ഇപ്പം തന്നെ ഏകദേശം 4-5 കൊല്ലം കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അത് എങ്ങനെയെങ്കിലും പണി പൂർത്തിക്കണം, നീ അവിടെ വന്ന് ഇത് ചിത്രീകരിക്കാൻ ഭഗവാൻ പറഞ്ഞു. പല തടസ്സങ്ങളും മുന്നിലുണ്ടായിരുന്നു. ഇപ്പം വയനാട് ഉരുൾപൊട്ടുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ അടുത്തുള്ള ഗ്രാമത്തിലായിരുന്നു നിൽക്കുന്നത്, വൈത്തിരി എന്ന് പറയും. അവിടുന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് വരണം. അപ്പം അന്ന് ഈ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു കുന്നുമ്മൽ ശിവക്ഷേത്രം ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ അവിടെ ചിത്രീകരിക്കാൻ പോകേണ്ട ഞാനാണ്. അത് പോകാതെ ഭഗവാൻ എന്തൊക്കെ അതിന് മുമ്പിട്ട് തന്നെ 16-ാം തീയതി എന്നെ പിടിച്ച് നാട്ടിലേക്ക് കൊണ്ടുവന്നു. പിന്നെ അങ്ങ് പോകാൻ പറ്റിയിട്ടില്ല. ആദ്യം നോക്കിയിട്ട് ഞാൻ പല വിധത്തിലും പോകാൻ ശ്രമിച്ചിട്ടും പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുപോലെ അതിൻ്റെ ഉരുൾപൊട്ടലെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായില്ലേ? 16-ാം തീയതി അത് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ചെറിയ ഒരു ഇടി മണ്ണിടിച്ചല്ലോ. ഒരു പാറയല്ലോ, ഒരുപാട് കാലം പഴക്കം ഒരു വലിയൊരു പാറ നിങ്ങൾ കാണിച്ചാൽ അത് പൊട്ടി വീണതുകൊണ്ട് രാത്രി ആയതുകൊണ്ട് അത് ഉരുണ്ട് വരുമ്പോൾ ആ ഭയങ്കര ശബ്ദത്തോട് വന്നത്. പക്ഷെ അതിന്റെ അടുത്തൊരു കുളം ഉണ്ടായിരുന്നു ചെറിയ, അതിലേക്ക് വീണ് പതിച്ചത് കൊണ്ട് വീട്ടിലൊന്നും പറ്റിയില്ല. ഭഗവാന്റെ ഒരു അനുഗ്രഹം. അല്ലാണ്ട് പിന്നെ എന്താ പറയുക, അല്ലെങ്കിൽ ആ വീടിൽ തകരുക. പിന്നെ ഇവിടെ കെട്ടുകറിയുണ്ടോ? കെട്ടുകറിക്കലുണ്ട് അല്ലേ? മാലിടലുണ്ട് അല്ലേ? പിന്നെ അതുപോലെ ഇവിടെ ശിവരാത്രിക്കൊന്നും പരിപാടി ഉണ്ടോ? പരിപാടി ഉണ്ട് അല്ലേ? പിന്നെ ഇവിടുത്തെ ഉത്സവം എപ്പോൾ പറഞ്ഞേ? ഈ ജനുവരി 17 മുതൽ നിറമാല ആരംഭിച്ചോടെ ഈ ജനുവരി 21 സമാപനം വരുന്നത് അല്ലേ? ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ ഈ മേടമാസം 13-ാം തീയതി ഇവിടെ പ്രതിഷ്ഠ നടത്തിയത്. അങ്ങനെ ഭഗവാൻ എങ്ങനെ ഇരുന്നിട്ടുള്ളതാണോ? അത് ഇരുന്നിട്ട് ശാസ്താവാണോ അല്ലെങ്കിൽ ശാസ്താവ് വനദേവത ആദ്യം അതാ ചോദിച്ചത്. മുകളിൽ ആ ഗ്യാപ്പ് വെച്ചിട്ട് കാണുന്നില്ല. വനദേവതയാണെന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ പ്രശ്നം വെച്ചതിന് ശേഷം അങ്ങനെ വേണ്ട മറ്റത് മതി അല്ലേ? ശാസ്താവ് അനേക രൂപത്തിലുണ്ട്. പിന്നെ ഈ ക്ഷേത്ര സംബന്ധമായിട്ട് പറയാമെന്ന് വെച്ചാൽ ഇപ്പൊ ചെമ്പടിച്ചു. ഇനിയിപ്പോ ആ ചെമ്പടിച്ചതിന് 10-35,000 രൂപ ചെലവാണ്. അത് ജനങ്ങളിൽ നിന്ന് പിരിച്ചിട്ടും അങ്ങനെയല്ല നമ്മൾ. ഇനിയിപ്പോ എന്താ ആവശ്യമുള്ള ഇനിയിപ്പം നിലം ഈ ക്ഷേത്രത്തിൽ കൊടിമരമില്ല. ഈ കല്ല് പാവുക. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഇതിന്റെ ഉള്ളില് ഇപ്പം ശ്രീകോവില്
ശ്രീകോവിലിന്റെ തൊട്ടപ്പുറം ഈ ചുറ്റമ്പലത്തിന് കുറച്ച് ഭാഗം ബാക്കിയില്ല. പൈസ ഇല്ലാതെ കൊണ്ടാണ് അത് നിർത്തിവെച്ചിട്ടുള്ളത്. അതിപ്പം പൈസ ഇപ്പം ഈ ഉത്സവം ഇത് കഴിഞ്ഞ പാട് ഈ ഇപ്പം ഒരു ഗണപതി ഹോമമുണ്ട്, അത് കഴിഞ്ഞതിന് ആദ്യം പിരിക്കും, എന്നിട്ട് അത് പൂർത്തീകരിക്കും. ആ സമയമാകുമ്പോൾ അത്ര വരെ തിടപ്പള്ളി ഇപ്പഴത്തേക്ക് മാറ്റുന്നത് അത് പൊളിക്കാൻ കഴിയും. പിന്നെ അത് മാത്രമല്ല ഇപ്പം കല്ലുഭാവണം കലശം നടത്തണം. കലശത്തിന് ചെറിയ പൈസ പോരാ, വലിയൊരു പൈസ കലശത്തിന് അതിന് മാത്രം വേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഈ അമ്പലത്തിലുള്ളത്. ഇപ്പം ഇതിൻ്റെ ഓരോരാളിപ്പം നമ്മൾ പിന്നെ ഇവിടുത്തെ പ്രത്യേക ഒരു വിഷമം വെച്ചാൽ എല്ലാം ചുമന്ന മുകളിൽ എത്തിക്കണം. അതെ, അതാണ് ഒരു വഴിയില്ല. എല്ലാം ആളുകളെ ശ്രമദാനം നാട്ടുകാർ എല്ലാവരും കൊണ്ട് ശ്രമിച്ചിട്ടാണ് എല്ലാം ഇവിടെ എത്തിക്കുന്നത്. ഈ ക്ഷേത്രം എത്ര കൊല്ലത്തെ കാലപ്പഴക്കം ഉണ്ടാവും? അതിന് കണക്ക് പറയാൻ അത്രയും പുരാണം എന്നാ പറയുന്നത്. അത്രയും പുരാതനം. ആരാ ഇത് പ്രതിഷ്ഠ? ഇത് പരശുരാമൻ. പരശുരാമൻ അതാണ് ഈ പറയുന്നത്. പരശുരാമൻ പറഞ്ഞത് അല്ലേ? ചെയ്തു എന്നാ പറയുന്നത്. പിന്നെ തളിപ്പറമ്പ് രാജരാജേശ്വരന്റെ അതേ ശക്തി തന്നെയാണ് ഈ രണ്ടൊന്നും. അത് അവിടെ ഇരിക്കുന്ന അതേ ഭാവത്തിലാണ് ഇവിടെ ഉള്ളത്. ശിവലിംഗല്ലേ? അതെ, അവിടെ പോവാതെ നെയ്യപ്പുറത്ത് ഇവിടെ വെക്കാറുണ്ട് അല്ലേ? അങ്ങനെയുണ്ട് അല്ലേ? അങ്ങനെയുണ്ട്. ഇപ്പൊ അവിടെ പോകാൻ പറ്റുന്നില്ല, ഞാൻ ഇവിടെ വെച്ച് നെയ്യപ്പുറത്ത് വെക്കാം. അങ്ങനെയൊക്കെ അല്ല, അതിന്റെ ഏറ്റവും വലിയ തെളിവാ ഇവിടെ കൂവളത്തിന്റെ നല്ല ജടക്കൂവളം ഈ കുന്നിന്റെ മുകളിൽ നല്ല പുഷ്ടിയോടുകൂടി വളരെ ചില്ലറ കാര്യമല്ല. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ നാഗലിംഗ പ്രതിഷ്ഠയുണ്ടോ? ഈ പ്രതിഷ്ഠയില്ല, സങ്കല്പം ഈ ഭാഗത്താണല്ലോ കാണുന്നത് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഇവിടെ ഒരു ദേവി ഗുരു സാന്നിധ്യം, അവിടെ ഒരു ഗുഹയുണ്ട്. ആ ഗുഹ എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ഈ വേനൽ ഇറക്കും, വേലിയേറ്റവും ഇറക്കത്തും അവിടെ വെള്ളം വേരും ചെയ്യും അല്ലേ? അപ്പോൾ നമ്മളോട് അന്ന് പ്രശ്നം വെച്ചപ്പോൾ അവിടെ ഈ ഗുരുവിന് ഒരു പ്രത്യേക ഒരു വിളക്ക് കത്തിച്ച് വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന്റെ പുനരുദ്ധാരണം തീർന്ന ശേഷം വേണം അത് ചെയ്യാൻ വേണ്ടി. ആ ഗുഹ എത്രയോ പഴക്കുള്ളതാണ് ആ ഗുഹ. അടുത്തൊരു മിനിറ്റ്, ഇതാ കണ്ട ശ്രീകൃഷ്ണപരന്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇതാ ശ്രീകൃഷ്ണപരന്ത് 2 ശ്രീകൃഷ്ണപരന്ത് വന്നിട്ട് ശ്രീകോവിൽ വലം വെക്കുവാണ് അവർക്ക്. ഇതാ കണ്ട 2 ശ്രീകൃഷ്ണപരന്താളെ അവിടെ വന്നിട്ട് ഇതാ ശ്രീകോവില വലം വെക്കുന്ന സംശയം ഉണ്ടെങ്കിൽ ഇതാ ഇദ്ദേഹം കാണുന്ന സാക്ഷിയാ അല്ലേ? അപ്പൊ ഇനിയും നമുക്ക് എന്തെങ്കിലും ഒരു പൈസ മറ്റുള്ളവരുടെ സഹായം കിട്ടിയാൽ കഴിയുന്നതും വേഗം ഇതിന്റെ കലക്ഷൻ നടത്തണം എന്നാണ് എന്നുള്ള ആഗ്രഹം അല്ലേ? അതെല്ലാം ശരിയായി വരും. അതിനാണല്ലോ ഇപ്പം ഭഗവാൻ നമ്മളെ ഇങ്ങോട്ടേക്ക് അയച്ചിട്ടുള്ളത്. അപ്പം അതിന് വേണ്ടുന്ന ശ്രമങ്ങൾ ഇപ്പം ഒന്നിലെങ്കിലും ആ ഹിമാലയ വാസത്തിൽ ഇരിക്കുന്ന ഒരാളല്ലേ? അപ്പോൾ ആ നമ്മൾ അവിടുന്ന് അടുത്ത മണ്ണി ചവിട്ടി വന്ന ഒരാൾ ഇങ്ങളെ മണ്ണി ചവിട്ടെന്ന് വെച്ചാൽ ചില്ലറ കാര്യമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ ഗുണങ്ങൾ അവിടെ ഉണ്ടാവും എന്തായാലും. കാരണം നമ്മളെ ഗുരു നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. അത് ഏത് ഗുരുക്കന്മാർക്കും അറിയാം. കൈലാസം മറ്റുള്ള എന്താ പറയുക ജ്യോതിർലിംഗ പർവ്വതങ്ങളൊക്കെ ചവിട്ടിയെ വന്ന ഒരാളാണെങ്കിൽ, കേദാർനാഥ്, ബദ്രിനാഥ്, അമർനാഥ് ഒക്കെ പോയി വന്ന ആളാണ്. അപ്പോൾ അങ്ങനെ വന്ന ആളാണെങ്കിൽ ആ മണ്ണി ചവിട്ടിൻ്റെ പാദത്തിൽ ആ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുന്നതാണ്. അത് എവിടെ കയറി ചെല്ലുന്നു പോകും, അതിൻ്റെ ഗുണം അവിടെയും കാണിക്കുന്നു. ശ്രീകൃഷ്ണപരൻ തന്നെയാണ് വന്നത് കേട്ടോ. ഉണ്ടാ ശ്രീകൃഷ്ണപരൻ തന്നെയാണ് വന്നിട്ടുള്ളത്. കണ്ട ഉണ്ടാ, അത് സൂപ്പർ പവറുള്ള സ്ഥലത്ത് മാത്രമേ വരുന്നാണ് വിശ്വാസം നമ്മളെ. അതുകൊണ്ടാണ് ഇതൊന്ന് ചുറ്റി കണ്ടിട്ട് നമുക്ക് വരാം. അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ വരാം. ഇവിടെ കെട്ടുകറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വിശദമായിട്ട് ഞാൻ ഇതിൻ്റെ ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരാം എനിക്കറിയുന്ന രീതിയിൽ. ഇതിലെ കൂടിയാ ദേവീൻ്റെ അങ്ങോട്ട് പോകുന്ന സൈ അപ്പുറത്തെയാണ് അല്ലേ? അല്ല ഗുഹയുള്ളത് എവിടെയാ? അല്ല എന്നാലും ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റൂലേ?